ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നാരങ്ങാക്കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. സാധാരണ കണ്ണൂർ തലശ്ശേരി ഭാഗത്തൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണാറുള്ളത്. പിന്നെ അവിടെ വെക്കുന്ന എല്ലാ സദ്യക്കും കിട്ടുന്നൊരു ഐറ്റമാണ് നാരങ്ങാക്കറി. സാധാരണ വടുകപ്പുളി നാരങ്ങ കൊണ്ടാണ് നാരങ്ങാക്കറി ഉണ്ടാക്കാറ്. ഇല്ലെങ്കിൽ ചെറുനാരങ്ങ കൊണ്ടും ഉണ്ടാക്കാം. ഞാനിവിടെ ചെറുനാരങ്ങ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കുക. അതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങ ഇട്ട് കൊടുത്ത് അതിൻ്റെ തോലൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ ഒരു 3-4 മിനിറ്റ് വഴറ്റിയെടുക്കുക. തോലിനൊരു കയ്പ്പുണ്ടാവും. ആ കയ്പ്പ് മാറാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വഴറ്റിയെടുക്കുന്നത്. നല്ലോണം ഒന്ന് വണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഇതേ പാത്രത്തിൽ എണ്ണ ചൂടാക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ നല്ലോണം വഴറ്റി കൊടുക്കുക. വെളുത്തുള്ളി നല്ലോണം വണങ്ങിക്കഴിഞ്ഞാൽ അതിലേക്ക് ചെറുതായി അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വഴറ്റുക. ഇതിലേക്ക് നമ്മളുടെ എരിവ് അനുസരിച്ചിട്ട് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പച്ചമുളകും ഇഞ്ചിയും നല്ലോണം വണങ്ങിക്കഴിഞ്ഞാൽ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് കായപ്പൊടിയും ചേർത്ത് 1 മിനിറ്റ് വരെ ഈ മസാല നല്ലോണം ഇളക്കി കൊടുക്കുക. മസാലേൻ്റെ പച്ചമണം പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ നല്ലോണം വഴറ്റിയെടുത്ത് ചെറുനാരങ്ങയും ചേർത്ത് കൊടുത്ത് ഈ ഒരു മസാല പിടിക്കുന്നവരെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് 1/2 മണിക്കൂർ കുതിർത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കുക. പിന്നെ 1 മുതൽ 1.5 കപ്പ് വരെ വെള്ളവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ചൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ശർക്കരയും ചേർത്ത് കൊടുക്കുക. 3-4 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കുക. ഉപ്പും എരിവും ഒക്കെ ഉണ്ടെങ്കിൽ നോക്കുക, ഇല്ലെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. പുളിവെള്ളം കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ നല്ലോണം കുറുക്കിയെടുക്കുക. പിന്നെ ഇതൊരു 2 ആഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിച്ച് വയ്ക്കാം. സ്റ്റവ് ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഉലുവപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ കണ്ണൂർ സ്പെഷ്യലായിട്ടുള്ള നാരങ്ങാക്കറി തയ്യാറായിട്ടുണ്ട്. തുടർന്നും ഈ ചാനലിൽ നിങ്ങൾക്ക് വീഡിയോസ് കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക.